ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ വെറും വിശ്വാസിയായി മാത്രം ജീവിച്ചാൽ പോരാ, നമ്മൾ ദൈവ ഭക്തന്മാരായി തീരണം. സത്യത്തിൽ എന്താണ് ദൈവഭക്തി എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ആഴമായ ദൈവവചന പഠനം ആവശ്യമാണ്. ഞാൻ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന് വെറും വിശ്വാസികളെ ആവശ്യമില്ല. 33 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. 1 തിമോത്തിയോസ് 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവനിലും വരുവാനുള്ള ജീവനിലുമുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നിലനിർത്തുന്നത് ദൈവഭക്തിയാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അർത്ഥം പെട്ടെന്ന് മനസ്സിലാകില്ല. കുറച്ചുകൂടി വ്യക്തമായ വ്യാഖ്യാനവും പഠനവും ദൈവവചന ധ്യാനവും നമുക്ക് ആവശ്യമാണ്. ഇന്ന് തിരുവചന സന്ദേശത്തിലൂടെ നമ്മൾ ആഴമായ ചില ദൈവവചന സത്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ദൈവം പറഞ്ഞു പക്ഷെ ഒന്നും നടക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ചില മെസ്സേജുകൾ അല്ലെങ്കിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു, ഉടനടി സംഭവിക്കുന്നു, പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ദൈവം പറഞ്ഞത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെതായ ചില നിബന്ധനകളുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ടോ വചനത്തിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സത്യത്തിൽ എന്താണ് ദൈവഭക്തി എന്ന് പറയുന്നത്? ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, വിശ്വാസിയല്ല ദൈവത്തിന് ആവശ്യം, ഭക്തനെയാണ് ദൈവത്തിന് ആവശ്യം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവഭക്തിയും നമ്മളൊന്ന് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ദൈവം നൽകുന്ന അല്ലെങ്കിൽ ചെയ്തു തരാമെന്ന് പറയുന്ന ചില കാര്യങ്ങളാണ്. ദൈവം നമ്മളോട് അരുളി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ്, നമ്മുടെ ജീവിത ശൈലിയാണ്. അതായത് ദൈവം എന്നെ സ്നേഹിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ തിരിച്ച് ദൈവത്തോട് ഞാൻ ഇങ്ങനെ അങ്ങയുടെ മുമ്പാകെ നടന്നുകൊള്ളാം എന്ന് പറയുന്നതാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഈ ഭാഗങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം, പിന്നീട് പുതിയ നിയമ ഭാഗങ്ങളിലേക്ക് പോകാം. കാരണം പുതിയ നിയമത്തിൽ കുറച്ചുകൂടി ആഴമായ കുറച്ച് വ്യാഖ്യാനങ്ങൾ നമുക്കിതിന് ആവശ്യമാണ്. ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അതെന്താണ്? രണ്ടാമത്തേത് ദൈവഭക്തിയുടെ അഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നമ്മൾ സമയമെടുത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മുടെ കാലങ്ങളും സമയങ്ങളും എല്ലാം പോയി നമ്മൾ ഇരുട്ടിൽ തപ്പിത്തടയുന്നവരെ പോലെ നമ്മളായിത്തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആഴമായ തിരുവചന സന്ദേശങ്ങൾ നമുക്ക്, വചനത്തിൻ്റെ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. അത് നമ്മുടെ ജീവിതത്തെ ഉറപ്പായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വരാം. 33 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യമാണ്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, വിശ്വാസിയുടെ മേലല്ല ദൈവത്തിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ ദൈവം നോക്കുന്നില്ല എന്നുള്ളതല്ല.
ഭക്തനാണ് ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളത്. ദൈവത്തിന്റെ കണ്ണ് ഭക്തന്റെ മേലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് വിശ്വാസികൾക്ക് ഒരു കുറവുമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ കൃത്യമായി പൈസ അടച്ച്, അല്ലെങ്കിൽ മാസവരിയോ ദശാംശമോ എന്താണോ, എന്ത് പേരിലാണോ അത് വിളിക്കുന്നത്, അതൊക്കെ നമ്മൾ കൊടുത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സഭയുടെ അംഗമായി നിലകൊള്ളാൻ ഒരുപാടുമില്ല. കാണുന്നവരൊക്കെ നമ്മളെ വിശ്വാസികളെന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. ആ പേരിൽ നമുക്ക് നിലകൊള്ളാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ ഭക്തൻ എന്ന സാക്ഷ്യം നമുക്ക് കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. ഞാനത് പറയാം. ഇയ്യോബിനെ ദൈവം തന്നെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്, അവനെ പോലെ നിർമ്മലനും അല്ലെങ്കിൽ നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനുമായവൻ ഭൂമിയിലില്ലല്ലോ. ഇത് മനുഷ്യൻ പറഞ്ഞ വാക്കല്ല, ദൈവം, യഹോവയാം ദൈവം സാത്താനോട് പറഞ്ഞ വാക്കുകളാണ്, ദൈവം പറഞ്ഞ വാക്കുകളാണ്. അപ്പം ഈ ഭക്തൻ എന്നുള്ള വിളിപ്പേര് ഒരാൾക്ക് കിട്ടണമെങ്കിൽ സ്വയം വിളിക്കാൻ പറ്റില്ല, നമുക്കും വിളിക്കാൻ പറ്റില്ല. ദൈവമാണ് ആ പേര് തരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലേബല് തരുന്നത്. ദൈവം അത് തരണമെങ്കിൽ ദൈവം മുമ്പാകെ നമുക്കത് തെളിയിക്കാനായിട്ട് കഴിയണം. വിശ്വാസി എന്നുള്ളൊരു പേര് കിട്ടാൻ ഒരു പ്രയാസവുമില്ല. ഇന്നത്തെ കാലത്ത് പാട്ടുകൾക്ക് കുറവില്ല, പ്രസംഗങ്ങൾക്ക് കുറവില്ല, കൺവെൻഷനുകൾക്ക് കുറവില്ല, ആളുകളുടെ, വിശ്വാസികളുടെ എണ്ണത്തിന് കുറവില്ല. ഇപ്പൊ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, കേരളത്തിൽ ഞങ്ങൾ 20%, 30%, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ട്രെങ്ത് ഉണ്ട്, പിന്നെ ഇത്രയും ആൾക്കാരുണ്ട്, ഒരു 100 പേരെ കാണിക്കണമെങ്കിൽ എൻ്റെ പുറകിൽ ഞാൻ നിർത്തിത്തരാം. ഇതൊക്കെ പറയാൻ വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമൊന്നുമല്ല. പണ്ടങ്ങനൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയായി. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വിശ്വാസികളെ അല്ലേ ആവശ്യം, ദൈവത്തിന് ഭക്തനെയാണ് ആവശ്യം. കാരണം ഭക്തന്റെ മേലാണ് ദൈവത്തിന്റെ കണ്ണിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഒത്തിരി സമയം മുമ്പോട്ട് പോകും. ഈ ഭക്തൻ എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വൺ ഹൂ ഫിയേഴ്സ് ദ ലോർഡ് എന്നുള്ളതാണ്, ദൈവത്തെ ഭയപ്പെടുന്നവൻ. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, നീ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. എവിടെ വെച്ചാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്? ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി ആ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി കത്തിയെടുത്ത് കുത്താൻ തുടങ്ങുമ്പോൾ യഹോവയുടെ ദൂതൻ പറയുന്ന വാക്കുകളാണത്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് അറിയുന്നു. അതിൻ്റെ അർത്ഥം ദൈവഭയം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു എന്നുള്ളതാണ്. നമ്മൾക്ക് പലപ്പോഴും പറ്റുന്ന പ്രശ്നം, നമ്മൾ ദൈവഭയം ആരാധനാലയത്തിൽ വന്നിരുന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ദൈവഭയം മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ദൈവഭയം വാസ്തവത്തിൽ തെളിയിക്കപ്പെടേണ്ടുന്നത് വ്യക്തിപരമായി ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത്, അവൻ ദൈവഭക്തനാണ് എന്ന് പറഞ്ഞത്. കണ്ടോ? അപ്പം അബ്രഹാം ദൈവം മുമ്പാകെ ഭക്തനെന്ന് തെളിഞ്ഞത് തൻ്റെ പ്രവൃത്തിയിലൂടെ, തൻ്റെ മകനെ നൽകി കൊടുക്കുന്നതിലൂടെ, അർപ്പിക്കുന്നതിലൂടെ താൻ അത് തെളിയിച്ചു എന്നുള്ളതാണ്. അടുത്തത്, ഈ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പോലും പറയുന്ന വാക്കുകൾ എന്താ? ദൈവഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. യഹോവ ഭക്തൻ അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് കേവലം വിശ്വാസികളായി മാത്രം നിലകൊള്ളാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതിനപ്പുറത്ത് നമുക്ക് ദൈവ ഭക്തന്മാരായി മുമ്പോട്ട് പോകാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ ദൈവഭക്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുടെ എണ്ണം പെരുകും എന്നുള്ളതാണ്. വീടുകളിൽ നൂണ് കടക്കുന്നവർ, ബലഹീനരായവരെ വഞ്ചിക്കുന്നവർ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അഭക്തരായ മനുഷ്യർ, ഭക്തികേട് മുഴുത്തു വരുന്നു, ഭക്തികേടിൽ നിന്നുള്ള പഠിപ്പീരുകൾ, ഇതൊക്കെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ആത്മീക വിഷയങ്ങളാണ്.
ഞാൻ പറയട്ടെ, നമ്മൾ വളരെ ഗൗരവമായി ഈ ഒരു കാര്യത്തെ നമ്മൾ പഠിക്കണം. ഇനി ഞാൻ പറഞ്ഞ വാക്യത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരികയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതുന്ന ആ ഒരു ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായം 8-ാമത്തെ വാക്യം, ആ വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആ വാക്യം ഇങ്ങനെയാണ്: ശരീര അഭ്യാസം അല്പ പ്രയോജനമുള്ളതാണ്. പ്രയോജനമില്ലെന്നുള്ളതല്ല, പ്രയോജനം ഉള്ളതാണ്. ബോഡ്ലി ഡിസിപ്ലിൻ. നമ്മളൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നവരാണ്, പരിപാലിക്കുന്നവരാണ്. തീർച്ചയായിട്ടും സംരക്ഷിക്കണം, സംരക്ഷിക്കുക തന്നെ ചെയ്യണം. ആത്മീയത പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യവും. ആവശ്യമില്ലാത്തതെല്ലാം തിന്ന് കുടിച്ച് അടിച്ചു പൊളിച്ച് നടന്നിട്ട് അസുഖം വന്നിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. ആരോഗ്യം ശ്രദ്ധിക്കണം, ദൈവദാനമാണ്, ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. പക്ഷേ ഇത് അല്പ പ്രയോജനമുള്ളതാണ്. പ്രയോജനമില്ലെന്നുള്ളതല്ല, പ്രയോജനമുള്ളതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്താണ് ദൈവഭക്തിയുടെ അഭ്യാസം. അപ്പം എന്താണ് ദൈവഭക്തിയുടെ അഭ്യാസം? 2, ദൈവഭക്തിയുടെ അഭ്യാസം വാഗ്ദത്തങ്ങളെ നിലനിർത്തുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ശ്രദ്ധിച്ച് ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കാനായിട്ട് ഞാൻ പറയുകയാണ്. വാക്യത്തിൽ നിന്നാണ് നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് ശരിക്കും ഒത്തിരി ആത്മീക മർമ്മങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ആ ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. ദൈവഭക്തിയോ, 8-ാമത്തെ വാക്യമാണ്, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിലും പ്രയോജനമുള്ളതാകുന്നു. കുറച്ചുകൂടെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നമ്മൾ വരുമ്പോൾ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഗോഡ്ലിനെസ് ഈസ് പ്രൊഫിറ്റബിൾ ഫോർ ഓൾ തിങ്സ് സിൻസ് ഇറ്റ് ഹോൾഡ്സ് പ്രോമിസ് ഫോർ ദ പ്രസന്റ് ലൈഫ് ഓൾസോ ഫോർ ദ ലൈഫ് ടു കം. ഇപ്പോഴുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ വാഗ്ദത്തങ്ങളും ഇനി വരാൻ പോകുന്ന ജീവിതം എന്താ? ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിന് അപ്പുറമുള്ള ക്രിസ്തുവിനോടുകൂടിയുള്ള നിത്യമായ വാസമാണല്ലോ. ആ വാസത്തെയും പിടിച്ചു നിർത്തുന്നത് ദൈവഭക്തിയാണ്. എന്തൊരാഴമായ ചിന്തയാണത് എന്ന് പറഞ്ഞാൽ, ദൈവഭക്തിയോടെ ജീവിക്കുന്നവന് മാത്രമേ ഈ ലോകത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ഈ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്ന് പറയുമ്പം, ഈ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വീട്, വണ്ടി, കല്യാണം. ഇത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ തരാനുള്ള സമയത്ത് ദൈവം തരും. അതൊക്കെ ദൈവം എന്നോട് പറഞ്ഞാൽ ഞാൻ ആ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം. വ്യക്തമായി പറഞ്ഞിട്ടുള്ള ദൈവാലോചനകൾ, സ്ഥലം, ലൊക്കേഷൻ, വീട്, അതൊക്കെ ദൈവം കൊടുത്തിട്ടുള്ള അനവധി ആളുകളുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് എബ്രായ ലേഖനവും തിമത്തിയോസിന്റെ ലേഖനവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ വാഗ്ദത്വം എന്ന് പറയുന്നത് ശരിക്കും ആത്മീയ അനുഗ്രഹങ്ങളെ തന്നെയാണ്. എബ്രായ ലേഖനത്തിൽ സഹിഷ്ണുതയോടെ ഇരുന്ന് വാഗ്ദത്തം പ്രാപിക്കുക, പിന്മാറാതെ, അതെ, വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആത്മീക അനുഗ്രഹങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോഴുള്ള വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് ഓഫ് ദ പ്രസന്റ് ലൈഫ്. നമ്പർ 2, പ്രോമിസസ് ഓഫ് അവർ ഫ്യൂച്ചർ ലൈഫ്. ഇപ്പോഴുള്ള വാഗ്ദത്തങ്ങളും വരുവാൻ പോകുന്ന വാഗ്ദത്തങ്ങളും ഈ വാഗ്ദത്തങ്ങളെ നിലനിർത്തുന്നത് ദൈവഭക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്താണ് സത്യത്തിൽ ദൈവഭക്തി? ദൈവദാസനെ ദൈവഭക്തി എന്ന് താങ്കൾ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഈ വചനം ഭയങ്കരമാണ്. ദൈവവചനത്തിന്റെ ആഴമെന്ന് പറയുന്നത്, വചനത്തെ വചനം കൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, വചനത്തിന്റെ അർത്ഥം വചനം തന്നെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവവചനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുക, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും. അനവധി ദൈവാനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകില്ല. ഞാൻ ഇന്നലെ ഒരു സൂം മീറ്റിങ്ങിൽ, ബഥേൽ പ്രയർ ലൈൻ എന്ന് പറയുന്ന ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. ആ സൂം മീറ്റിങ്ങിൽ
ദൈവജന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചത് യഹോശാബാത്തിനെ കുറിച്ചാണ്. യഹോശാബാത്തിനെ ദൈവം മേൽക്കുമേൽ അനുഗ്രഹിച്ചു, പ്രബലനായി തീർന്നു. ശത്രുക്കൾ പോലും അദ്ദേഹത്തെ ആക്രമിക്കാതെ മാറി നിന്നു. ഫെലിസ്തീർ കൊണ്ടുവന്ന് കാഴ്ചകൾ കൊടുത്തു. എന്താ കാര്യമെന്നറിയാമോ? യഹോശാബാത്തിന്റെ കാലഘട്ടത്തിൽ ന്യായപ്രമാണം കയ്യിലേന്തിക്കൊണ്ട് ആ രാജ്യത്ത് മുഴുവനും ചുറ്റി സഞ്ചരിക്കുവാൻ, പ്രസംഗിക്കുവാൻ അനേകർ നിയമിക്കപ്പെട്ടു. രാജാവ് തന്നെ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ കുറിച്ചുള്ള ഭീതി അവിടെ വീണു. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ തന്നെ തുടർച്ചയായി ഇങ്ങനെ മെസ്സേജുകൾ എനിക്ക് പറയേണ്ടതുകൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കേണ്ടതുകൊണ്ട് സത്യത്തിൽ എൻ്റെതായ പല പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. പത്രം പോലും വൃത്തിയായിട്ട് വായിച്ചിട്ട് ദിവസങ്ങളായി. സത്യത്തിൽ അതിനുള്ള സമയം കിട്ടുന്നില്ല. ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പോലും കേട്ടിട്ട് ദിവസങ്ങളായി. അതൊന്നും കേൾക്കാനുള്ള ടൈം കിട്ടുന്നില്ല. സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. കൂടുതൽ സമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമുഖത്തെ അന്വേഷിച്ചപ്പോൾ അപ്പോൾ ആൾക്കാർ ചിന്തിക്കുക, ലോകത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെട്ടു പോയി. ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ആത്മീകവും ഭൗതികവുമായ സകല മേഖലകളിലും ദൈവാനുഗ്രഹം ഇങ്ങനെ ഒഴുകി വരുന്നത് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ശരിക്കും ദൈവഭക്തി എന്ന് പറയുന്നത് 4:7 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഡിസിപ്ലിൻ യുവർ സെൽഫ് ഫോർ ദ പർപ്പസ് ഓഫ് ഗോഡ്ലിനെസ്. ദൈവഭക്തിക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക. ഞാൻ എന്നെ ഡിസിപ്ലിൻ ചെയ്യണം. ഐ ഹാവ് ടു ഡിസിപ്ലിൻ മൈസെൽഫ്. അപ്പം നമ്മൾ ഇത് ശരിക്കും ആരും പറയുന്നില്ല. ഇന്ന് വാഗ്ദത്തത്തിന്റെ കീ അന്വേഷിച്ച്, അനുഗ്രഹത്തിന്റെ കീ അന്വേഷിച്ച് ആളുകൾ നടക്കുകയാണ്. എന്താണ് അതിൻ്റെ എളുപ്പവഴി? എന്താണ് ഇത് തുറക്കാനുള്ള മാർഗം? പക്ഷെ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഡിസിപ്ലിൻ യുവർ സെൽഫ് ഫോർ ദ ഗോഡ്ലിനെസ്. ദൈവഭക്തിക്ക് വേണ്ടി അഭ്യാസം ചെയ്യുക. ഒരു കൊച്ചുകുട്ടി എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നത് പോലെ നമ്മളെല്ലാം ഇപ്പോൾ ഓടുകയും നടക്കുകയും ചെയ്യുന്നവരാണ്. പണ്ടങ്ങനല്ലായിരുന്നു. അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മളൊക്കെ പുറത്തു വന്ന് 4-5 മാസം നിലത്തൊക്കെ കിടന്ന് ഉരുണ്ട്, പിന്നെ കവിണ് വീണ്, പിന്നെ ഇരുന്ന് മറിഞ്ഞു വീണ് 1-2 സ്റ്റെപ്പ് വെച്ച് വീണ്ടും മറിഞ്ഞ്, ഇങ്ങനെ പടിപടിയായി നമ്മൾ പഠിച്ചു കയറി വന്നതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതയാത്രകളിൽ നമ്മൾ വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് ദൈവഭക്തിയിൽ മുൻപോട്ട് പോവുക. ഇവിടെ സത്യത്തിൽ എന്താണ് ദൈവഭക്തി എന്ന് പറയുന്നത്? 3-ാം അധ്യായത്തിന്റെ 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ആ വാക്യം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവഭക്തിയുടെ മർമ്മം വലുതാണ്. മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് ഈസ് ഗ്രേറ്റ്. എന്താ ദൈവഭക്തിയുടെ മർമ്മം? ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് 16-ാമത്തെ വാക്യമാണ്. ജഡത്തിൽ വെളിപ്പെട്ടു. ആര്? കർത്താവായ യേശു ക്രിസ്തു. 15-ാമത്തെ വാക്യത്തിൽ ജീവനുള്ള സഭയാകുന്ന ദൈവത്തിന്റെ ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് നീ അറിയണം. തിമത്തിയോസെ, നീ അറിയണം എങ്ങനെയാണ് ദൈവമുമ്പാകെ നീ ജീവിക്കേണ്ടുന്നത്, എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നീ യാത്ര ചെയ്യേണ്ടുന്നത്. ഹല്ലേലൂയ. താഴോട്ട് പറയുന്നത് അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ടു. 2, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ശരിക്കും ക്രിസ്തുവിനെ നമ്മൾ അറിയുക എന്നുള്ളതാണ്. അവിടുത്തെ മാർഗങ്ങളിൽ, അവിടുത്തെ വഴികളിൽ നമ്മൾ നടക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് പോലെ ഈ ലോകത്തിന്റെ കളങ്കങ്ങളിലും പാപത്തിലും പെടാതെ ദൈവഭക്തിയിൽ വർദ്ധിച്ചു വരിക. അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ അഭക്തിയോടുകൂടെയുള്ള പഠിപ്പീരുകളായിരിക്കും. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. ഇന്നത്തെ കാലത്ത്
ആ ഭക്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ദീർഘമാക്കുന്നില്ല. ദൈവം മുമ്പാകെ നമുക്കൊരു ഭക്തന്മാരായി തീരാം. അതിന് സഹായകരമാകുന്ന ദൈവജന സന്ദേശങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാപത്തോട് നമുക്ക് അകലം പാലിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരവും മാനസാന്തരവും ഉണ്ടാകണം. വെറും വിശ്വാസികളായി ജീവിച്ചിട്ട് ചീത്തയും വിളിച്ച് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് ലോകമനുഷ്യരേക്കാൾ അധപ്പതിച്ച അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ വാഗ്ദത്തങ്ങൾ നിറവേറും? മാനസാന്തരമില്ലാത്ത നാവാണ് നമ്മുടേതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതൊന്നും ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവഭക്തിയുടെ അഭ്യാസം മനസ്സിലിരിക്കുക. 2, ദൈവഭക്തിയുടെ മർമ്മം മനസ്സിലിരിക്കുക. 3, ഈ ലോകത്തിലെയും വരുവാനുള്ള ലോകത്തെയും ഉള്ള വാഗ്ദത്തങ്ങളെ പിടിച്ചു നിർത്തുന്ന ദൈവഭക്തി, അത് മനസ്സിലിരിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിശ്വാസികളല്ല, ഒരു ഭക്തനായി നമുക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ഓരോ ദിവസവും അധികം ദൈവഭക്തിയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. മറനാഥ.